ഇതൊരു ഔട്ട്ലുക്ക് എന്നൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പറയുക. സെൻസെക്സ് ഔട്ട്ലുക്ക് ഇപ്പം എന്താണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ നിൽക്കുന്നത് എന്താ, ടാർഗറ്റ് 2.5% ഫ്രം സ്പോട്ട് എന്നുള്ള ഒരു ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി പോകണോ, ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് അതിലേക്ക് പോകാം. സോ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും നേരെ സ്ട്രാറ്റജിയിലേക്ക് വരുന്നു. സ്ട്രാറ്റജിയിൽ ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്, സ്ട്രാറ്റജിയിൽ തന്നെ ആസ് ഓഫ് നൗ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്ട്രാറ്റജി ബിൽഡർ, ഇപ്പൊ സ്ട്രൈക്ക് ബിൽഡ് ബേസ്ഡ് ഓൺ സ്ട്രൈക്ക് ആണ്. നമുക്ക് വേണ്ടതാണ് ബിൽഡ് ബേസ്ഡ് ഓൺ ക്വാണ്ട് മോഡാണ്. അപ്പൊ നമ്മളിവിടെ നേരെ അത് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രൈക്കിൽ നിന്ന് നമ്മൾ ക്വാണ്ട് മോഡിലേക്ക് മാറുക. അപ്പൊ ക്വാണ്ട് മോഡിലേക്ക് മാറിക്കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ നോക്കൂ, ബി എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി ബൈയിൽ കിടക്കുകയാണ്. ഒരു ഏതാണ് ATM പോയിന്റ്സ് എന്ന് കാണിക്കുന്നു. എന്താണ് ATM പോയിന്റ്സ് എന്ന് പറയുന്നത്? ATMൽ നിന്നും പ്ലസും മൈനസും എന്നാ കാണിക്കുന്നത്. പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്? ബിയുടെ തൊട്ട് താഴെ എന്താ എഴുതിയിരിക്കുന്നത്? CE കണ്ടോ, CE എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ ഒരു ബൈ പൊസിഷനിലാണ് ഇപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡർ നിൽക്കുന്നത്. അത് ATM പോയിന്റ്സിന് ബേസിസിലാണ്. ATMന്റെ എത്ര ATM പ്ലസ് 500 ഇട്ടേക്കുന്നു. കോൾ ഓപ്ഷന്റെ ATMന്റെ പ്ലസ് 500 എന്ന് പറയുമ്പോൾ പ്ലസ് മുകളിലേക്കാണ്. മുകളിൽ എന്ന് പറയുമ്പോൾ അത് ഇൻ ദ മണിയാണോ ഔട്ട് ഓഫ് ദ മണിയാണോ? നാച്ചുറലി കോൾ ഓപ്ഷന്റെ മുകളിലേക്ക് പോകുന്ന പ്രൈസസ് എല്ലാം ഔട്ട് ഓഫ് ദ മണിയാണ് അല്ലെ. അത് കൃത്യമായിട്ട് കുറച്ച് അറിഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഓപ്ഷന്റെ പറ്റിയിട്ടുള്ള ഇൻ ദ മണി എന്താണ്, ഔട്ട് ഓഫ് ദ മണി എന്താണ്, OTM ATM ITM പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പഠിക്കാത്തവർ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പഠിച്ചിട്ട് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. ദാറ്റ് ഇസ് 100% നിങ്ങളുടെ എന്താ പറയുക വിജയത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതൊക്കെ. ബ്ലൈൻഡ് ആയിട്ട് ഒന്നും ചെയ്തു കളയാം. സോ അപ്പൊ ATMന്റെ എനിക്ക് ഇത് വേണ്ട, പകരം എന്താണ്, എനിക്ക് ATM സ്ട്രൈക്ക് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇത് നോക്കൂ, ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ATM. ഇപ്പൊ ഞാൻ ATM സെലക്ട് ചെയ്തു. ATM സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി താഴെ നിങ്ങൾ ഇവിടെ നോക്കൂ, നിഫ്റ്റി 25th November 26,000. ഇപ്പൊ ATM നിൽക്കുന്ന എത്ര? 26,000 നിൽക്കുന്നു. ഈ ഒരു കോൾ ഓപ്ഷൻ ഇതൊരു സ്ട്രാറ്റജിയാണ്. സിമ്പിൾ. ഇതിപ്പോ ഇതെന്ത് സ്ട്രാറ്റജിയാണ് സാർ? ഇത് നിങ്ങൾക്ക് എനിക്ക് സിമ്പിൾ ആയിട്ട് അതിൽ സെർച്ച് ചെയ്തിട്ട് തന്നെ എടുത്തുകൂടെ? അത് ഓക്കെ. പക്ഷെ ദിസ് ഇസ് ഓൺലി വൺ. നിങ്ങൾക്ക് ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് വേറൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ മൂന്ന് സ്ട്രൈക്സ് താനെ ഓപ്പൺ ആയി. 3 സ്ട്രൈക്കിൽ എന്താ ചെയ്യുക? ഇവിടെ ഞാനിത് കോളിന് പകരം പുട്ടാക്കിയിട്ട് ഇവിടെ പ്ലസ് 500 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു? അതും ഞാൻ തിരിച്ച് ATMലേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്തത് നടുക്കത്തത് ഇനി എന്താണ്? ഇവിടെ ഒരു കോളുണ്ട്, പുട്ട് കിടപ്പുണ്ട്. ഈ പുട്ടിന് ഞാൻ എന്ത് കൊടുത്തു? ഈ ഒരു കോളിന് ഞാൻ സെല്ല് കൊടുത്തു എന്ന് വെച്ചോളൂ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.